ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 40-41 വാക്യം. വളരെ ശുശ്രൂഷയാൽ കുഴുങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തളിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അതാരും അവളോട് അപഹരിക്കുകയുമില്ല. അത് അവളോട് ആരും അപഹരിക്കുകയില്ല എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തുകൾക്കായി സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ രാഴ്ചാൻ്റെ കൂടാരത്തിൽ കോട്ടേജ് മീറ്റിംഗായി നമുക്ക് ഒന്നിച്ചു കൂടാൻ ദൈവം തരുന്ന അവകാശത്തിനായി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അകത്ത് 3-4 ചിന്തകളുണ്ടെങ്കിലും നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് വിചാരപ്പെടാൻ പാടില്ല എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, അനുഗ്രഹിക്കപ്പെട്ട കൂടാരം, ലാസർ, മാർത്ത, മറിയ, 3 പേർ. വേദപണ്ഡിതന്മാർ പറയുന്നത് ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെ അപ്പൻ കുഷ്ഠരോഗിയായ ശിമോനായിരുന്നു. ചെറുപ്രായത്തിലെ തന്നെ അമ്മ മരിച്ചു, രോഗിയായിട്ട് അപ്പം മരിച്ചു. പിന്നെ 3 മക്കൾ ശേഷിച്ചു. ആ 3 മക്കൾക്കും 3 വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ലാസറിൻ്റെ പ്രത്യേകത അധ്വാനിക്കുക, വീട്ടിലേക്ക് കരുതുക, യേശുവിൻ്റെ സ്നേഹിതൻ. മാർത്തയുടെ പ്രത്യേകത അതിഥി സൽക്കാര പ്രിയ. മറിയയുടെ പ്രത്യേകത ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവസന്നിധി സമയങ്ങൾ ചെലവിടുക. ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും ഓരോരോ കൃപകളാണ്. സ്തോത്രം. ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു സ്നേഹിതനെ പോലെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ മാർത്തയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് അതിഥി സൽക്കാര പ്രിയം. പുതിയ നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ് അതിഥി സൽക്കാരം. ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ അതിഥി സൽക്കാരം കുറഞ്ഞു. പക്ഷെ മാർത്തയ്ക്ക് ഏറ്റവും കൃപ, ദൈവത്തിന് അതിഥി സൽക്കാരം ചെയ്യാൻ പറ്റി, ശിഷ്യന്മാർക്ക് അതിഥി സൽക്കാരം ചെയ്യാൻ പറ്റി. സ്തോത്രം. അബ്രാഹാമൊക്കെ അതിഥി സൽക്കാരം ചെയ്തിട്ട് അനുഗ്രഹിക്കപ്പെട്ടെ. ദൈവമക്കൾ അതിഥി സൽക്കാര പ്രിയരാണ്. പുതിയ നിയമത്തിൽ പറയുന്നത് അതിഥി സൽക്കാരം മറക്കരുത്, സഹോദരപ്രീതി നിലനിൽക്കണം. അതൊരു വലിയ വ്യവസ്ഥയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കരം ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്ത്. അപ്പം അതിഥി സൽക്കാരത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ ബെഥാന്യ എന്ന ദേശത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടാരത്തിൽ താമസിക്കും. കാരണം അവർ അതിഥി സൽക്കാര പ്രിയരായതുകൊണ്ടാണ്. ഇപ്പം പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുന്നുണ്ടെങ്കിലും അവളുടെ നല്ലൊരു വശം നമ്മൾ മറക്കരുത്. അവൾ അതിഥി സൽക്കാര പ്രിയരാണ്. ദൈവനാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിനെന്തുണ്ട്? അതിന് പ്രതിഫലം തരുന്നവനാണ് ദൈവം, ഇല്ലേ? നാം ചെയ്യുന്ന ചെറിയ കാര്യത്തിൽ വരെയും പ്രതിഫലം തന്ന് ആദരിക്കുന്ന കുടുംബം. എത്രയോ വർഷങ്ങളായി കുടുംബം ഈ ദേശത്ത് എത്രയോ ദൈവദാസന്മാരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത കുടുംബമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പേഴ്സണലായിട്ട് രാജാനെ വിളിച്ചപ്പോൾ രാജാനോട് പറഞ്ഞു, ചെലവുകളാണ് പക്ഷേ, ധാരാളം ചെലവുകളാണ്. പഴയ പോലെ വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രതീക്ഷിക്കാതെ പലരും വരും. അവരെല്ലാം വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി ചെലവുകളാണ്. വെറും കൈയോടെ അയക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തോട് സ്നേഹമുള്ളവരൊക്കെ ഇല്ലേ, മനസ്സ് നിറച്ച്, വയറ് നിറച്ച്, കരം നിറച്ചൊക്കെയാണ് വിടാറുള്ളത്. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാരണം, മാർത്തയെക്കുറിച്ച് മനസ്സിൽ വരേണ്ട ചിന്ത അതിഥി സൽക്കാര പ്രിയാണ്. പക്ഷെ മറിയെക്കുറിച്ച് ചിന്ത വരേണ്ടത് അവൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പം നമുക്ക് മൂന്നാമതൊരു വലിയ ഗുണം, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കും. അത് ഒന്നാമത് നിൽക്കേണ്ട ഗുണമാണ്. ദൈവവചനം കേൾക്കാനും അത് ഗ്രഹിക്കാനും ദൈവസന്നിധി സമയങ്ങൾ ചെലവിടാനും പ്രാർത്ഥിക്കാനും. പക്ഷെ നമുക്ക് ഈ രണ്ടാമത്തെ ഗുണം പലർക്കും ഉണ്ട്. സ്തോത്രം. അങ്ങനെ രണ്ടാമത്തെ ഗുണം ഉള്ളത് കൊണ്ടാണ് ഈ ദൈവവചനം കേൾക്കാൻ ഇപ്പോൾ ഇരിക്കാനും സമയമില്ല ആൾക്കാർക്ക്. ബാക്കി എല്ലാത്തിനും സമയമാണ്. മനസ്സിലാവുന്നുണ്ടോ? കോട്ടേജ് മീറ്റിംഗ് വെച്ചാലും ദൈവവചനം കേൾക്കണമല്ലോ. 2 ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നു, ദൈവവചനം കേൾക്കണം, വരണം. അപ്പം അതിനൊക്കെ നമുക്ക് ഇപ്പം സമയമില്ലാതെ വന്നിരിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയോടെ വെച്ചാൽ ഇനി എന്താവും സ്ഥിതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ പോയാൽ ആൾ കുറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സഭായോഗം വരെ വേറെ പരിപാടിക്കൊക്കെ പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ
സ്തോത്രം. തിരക്കാ മനുഷ്യൻ, ദൈവവചനം കേൾക്കാൻ സമയമില്ല. ഇപ്പം ഇങ്ങനെ പോയാൽ അവസാനം എന്താവും? ഇപ്പം എല്ലാവരും ഈ ലോകമഹായുദ്ധം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എപ്പോൾ കർത്താവ് വരുമെന്നുള്ളത് ചിന്തയിലാണ്. ഒരു കൂട്ടം ജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ശക്തമായിട്ട് ഒരുങ്ങുക. ഏത് സമയത്ത് എന്ത് ചെയ്യുക? ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വയലിൽ നിൽക്കുന്ന 2 പേരുണ്ട്, അതിലൊരാളെ എടുത്തെന്ന. കിടന്നുറങ്ങുമ്പോൾ 2 പേരുണ്ട്, ഒരാളെ എടുത്തെന്ന, ഇല്ലേ? അപ്പം പല നിലകളിലുള്ളവരെ ദൈവം എടുക്കും കർത്താവിൻ്റെ വരവെങ്കിൽ. സ്തോത്രം. സഭായോഗമുള്ള സമയത്ത് ആളെ കണ്ടില്ലെങ്കിൽ എവിടെ നിന്ന് എടുക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ മതി, അല്ലാത്തതൊന്നും നിലനിൽക്കത്തില്ല. സ്തോത്രം. അല്ലാത്തതൊക്കെ ശത്രു അപഹരിക്കും. ശത്രു അപഹരിക്കാത്ത വിടുതൽ ദൈവമക്കൾ എടുക്കാൻ പഠിക്കുക. സ്തോത്രം. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത്. അപ്പം ശത്രു അപഹരിക്കുന്നതുണ്ട്, ശത്രു അപഹരിക്കാത്തതുണ്ട്. അപ്പൊ നിങ്ങൾ പറ, ശത്രു അപഹരിക്കാത്തത് ഏതാ? ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്ന വിടുതൽ ശത്രു അപഹരിക്കത്തില്ല. അതിന് ദൈവസന്നിധി സമയങ്ങൾ ചെലവിട്ടിരിക്കുക, മണിക്കൂറുകൾ വേർതിരിഞ്ഞിരിക്കുക. നീ ഇവിടുന്ന് പ്രാപിക്കുന്ന വിടുതൽ, ഇവിടെ നിന്ന് കിട്ടുന്ന അഭിഷേകം, ഇവിടെ നീ എടുക്കുന്ന രോഗസൗഖ്യം, ഇവിടെ നീ എടുക്കുന്ന ദൈവവചനത്തിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ, അത് ശത്രു അപഹരിക്കാത്ത, കരമൊന്ന് തട്ടി അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത്, ശത്രു അപഹരിക്കാത്ത ചില വിടുതലുകൾ ദൈവമക്കളുടെ മേൽ കർത്താവ് പകരട്ടെ. ഹല്ലേലൂയ. അല്ലാതെ ഉണ്ടാക്കുന്നതൊക്കെ ശത്രു അപഹരിക്കും. അല്ലാതെ നീ എന്തുണ്ടാക്കിയാലും, ഒരു രോഗം വന്നാൽ മതി, അത് പോകും. സമ്പത്ത് ഉണ്ടാക്കി നോട്ട്, ഒത്തിരി അധ്വാനിച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി നിമിഷ നേരം പോലെ പോകാന് മതി. സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ന് ഇരിക്കാതെ കിട്ടുന്നതൊക്കെ ശത്രു നിമിഷ നേരം കൊണ്ട് അപഹരിക്കും. ഞാൻ 2-3 ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ശത്രുവിന് ഒരു അവസരം കിട്ടിയാൽ അവൻ എന്തൊക്കെ നശിപ്പിക്കുമെന്ന് നോക്കിയാൽ ഇയ്യോബിന്റെ പുസ്തകം പഠിച്ചാൽ മതി. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ശത്രുവിന് അവസരം കിട്ടിയപ്പോൾ അവൻ എന്തൊക്കെ അപഹരിച്ചു? ഇങ്ങോട്ട് നോക്ക്, എന്തൊക്കെ അപഹരിച്ചു? ഇയ്യോബ് നല്ല ശ്രേഷ്ഠതയിൽ നിൽക്കുക. അവൻ ആദ്യം തന്നെ അപഹരിച്ചത്, ഒരു അവസരം കിട്ടിയപ്പോൾ അവന്റെ 10 മക്കളെ ശത്രു തകർത്ത് കളഞ്ഞു. അവസരം ദൈവം കൊടുത്തതാ. അപ്പൊ ദൈവം അവസരം കൊടുത്തപ്പോൾ അവൻ 10 മക്കളെയും തകർത്തു. ഒന്നെങ്കിൽ ആമെ കൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയും, അല്ലെങ്കിൽ ദൈവസന്നിധി നിന്ന് മാറ്റിക്കളയും. അവസരം കിട്ടിയാൽ തലമുറയെ തൊട്ട വിവരം അറിയും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? സ്തോത്രം. ദൈവം അവസരം കൊടുത്ത സാത്താൻ നിമിഷ നേരം മതി ശത്രുവിനെ തൊടാൻ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തലമുറയെ രക്തം കൊണ്ട് മുദ്രയിടണം. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേലി കെട്ടി പ്രാർത്ഥിച്ച് രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിച്ചോണം. ഇന്ന് തലമുറകൾ ദൈവസന്നിധിയിലില്ല, പ്രാർത്ഥനയ്ക്ക് സമയമില്ല. സ്തോത്രം. അല്പനിമിഷം പ്രാർത്ഥിക്ക് ദൈവസഭ. ശത്രുവിന് തൊടാൻ അവസരം കൊടുക്കരുത്. എത്ര കുഞ്ഞുങ്ങളാ വഴിതെറ്റി പോകുന്നതെന്നറിയാവോ? റൂട്ട് മാറി പോകുക, മ്ലേച്ഛതയിലേക്ക് പോകുക, പാപത്തിലേക്ക് പോകുക. നമ്മുടെ വിചാരം കാഹളം ധരിക്കുമ്പോൾ അവരെല്ലാം അവിടെ കാണുമെന്ന, അതൊക്കെ മിഥ്യാധാരണയാ. ഇയ്യോബ് എല്ലാ മാസവും ഫാസ്റ്റിംഗ് പ്രയർ നടത്തി. അവർക്ക് വേണ്ടി അവരെല്ലാം വീട്ടിൽ വിളിച്ചിരുത്തി ഒരു പ്രയർ നടത്തി. എന്തോ നമുക്ക് ഈ വചനം എല്ലാം ഉണ്ടായിട്ടും നമുക്കിതിനൊന്നും താല്പര്യമില്ല. അന്ന് വചനം പോലും കയ്യിൽ എഴുതപ്പെട്ട ലേഖനമുണ്ടോ? എഴുതപ്പെട്ട പുസ്തകമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇയ്യോബ് എല്ലാ മാസവും ഒരു പ്രയർ നടത്തും. കുഞ്ഞുങ്ങളെല്ലാം തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അങ്ങനെ പ്രയർ നടത്തി വേലി കെട്ടി ദൈവമക്കളെ സൂക്ഷിച്ച ഒരു ഭക്തന്റെ ജീവിതത്തിൽ ശത്രു കയറിപ്പോ ഇത്രയും തകർത്തെങ്കിൽ, ഒരു പ്രാർത്ഥന ഇല്ലാത്തവന്റെ ജീവിതത്തിൽ ശത്രു എത്രമാത്രം തകർക്കും? അതുകൊണ്ട് ആരും മിടുക്കരാണെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ഒരു ന്യായവിധിയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് മിടുക്കരാണെന്ന് വിചാരിക്കരുത്. ശത്രുവിന് ദൈവം പാറ്റാൻ പലപ്പോഴും അവസരം ചോദിച്ചിട്ട് ദൈവം വിട്ടുകൊടുക്കാത്തതാ, അല്ലേ? പാറ്റാൻ അവസരം ചോദിച്ചു. പത്രോസിനെ പറഞ്ഞു, എടാ പത്രോസ് നിഗളിക്കണ്ട, നിന്നെ പാറ്റാൻ പലപ്പോഴും ചോദിച്ചിട്ട് നിന്റെ വിശ്വാസം പോയി പോകുമെന്ന് വിചാരിച്ച് ഞാൻ കൊടുക്കാതിരിക്കുന്നയാ. നമുക്കൊന്നും വരാതിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും കൃപയിലാണെന്ന് വിചാരിക്കരുത്. ഒരവസരം കിട്ടിയാൽ ശത്രു അപഹരിക്കും, പലതിനെ അപഹരിക്കും. പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അവസരം കൊടുക്കാതിരിപ്പാൻ ശ്രദ്ധിച്ചോണം ദൈവമക്കൾ. സ്തോത്രം.
2, ശത്രുവിന് അവസരം കിട്ടിയാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ, ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ ഹൃദയം ദൈവവചനത്തിന് മുമ്പിൽ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ ശത്രു പറവ വന്ന് കൊത്തിയെടുത്തോണ്ട് പോകുന്ന അല്ലേ? ഞങ്ങൾ വിതക്കാരുടെ കുഴപ്പമല്ല, നിങ്ങളുടെ ഹൃദയം നല്ല നിലമാകുന്ന നിലയിൽ നിങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇവിടെ വിതയ്ക്കുന്നതെല്ലാം ശത്രു അപഹരിച്ചോണ്ട് പോകും. ഇത്ര കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു ഒരുക്കി ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ പരിശുദ്ധാത്മാ നിങ്ങളുടെ വിടുതലിന് വേണ്ടി പകരുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ശത്രു പറവ വന്ന് കൊത്തിയെടുക്കുന്നത് പോലെ ഇവിടെ പകരുന്ന പകല വചനത്തിന്റെ വെളിപ്പാടുകളും ശത്രു അപഹരിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റെടുക്കുക വചനത്തിന്റെ വെളിപ്പാടുകൾ. കരമടിച്ചാത്മാവിൽ പ്രതികരിച്ച് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നല്ല വചനമുണ്ടോ? വചനത്തിന്റെ ഏതെങ്കിലും ഏട് ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ശത്രു കൊത്തിക്കൊണ്ടുപോയി. കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച വചനം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ ഇപ്പൊ? അത് ഞാൻ പ്രസംഗിച്ചു. സങ്കീർത്തനം, വചനം, വചന ശുശ്രൂഷ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് അല്ലേ? സ്തോത്രം. ഒരുക്കപ്പെട്ട ഹൃദയം, വിതച്ച വിത്ത് ശത്രുവിന് കൊടുക്കരുത്, നല്ല നിലമാക്കി കൊടുക്കണം. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വാഞ്ചനയും നിന്നെ കുടുക്കിക്കളയും, വചനം ഞെരുക്കിക്കളയും. പാറ സ്ഥലത്ത് വീണത് വേരില്ലെങ്കിൽ ഉണങ്ങിപ്പോകും, വഴി സൈഡ് വീണത് ശത്രു കൊത്തിക്കൊണ്ടു പോകും. പക്ഷെ നല്ല ഒരുക്കത്തോടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുത്താൽ അത് 30, 60, 100 മേൽ ഒരു റിസൾട്ട് ഉണ്ട് അല്ലേ? വചനത്തിന് എന്തുണ്ട്? അത് അതിന്റെ പ്രവൃത്തി ചെയ്യും, അത് വെറുതെ മടങ്ങി വരത്തില്ല. അത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വചനം ഏറ്റെടുത്ത അതിന്റെ റിസൾട്ട് കാണത്തില്ലേ? സ്തോത്രം. കളയരുത്, ശത്രുവിന് അവസരം കൊടുക്കരുത്. സ്തോത്രം. അപ്പം ബൈബിൾ പറയാ, പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയപ്പം മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അവൾ നല്ല അംശം തെരഞ്ഞെടുത്തു. അവസരം, നല്ലതിന് അവസരം കൊടുക്കുക, ശത്രുവിന് അവസരം കൊടുക്കരുത്. നല്ല അംശം ഏതാ? വചനം വായിക്കുക, ദൈവസന്നിധി ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നല്ല അംശം. അല്ലാത്തതോ ദൈവസന്നിധി ഇരിക്കാതെ കിട്ടുന്നതൊന്നും ശത്രു അപഹരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. സ്തോത്രം. അപ്പം പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങുക. ഈ വിചാരപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പ്രസംഗിക്കാൻ അനുയോജ്യമാണ്. വെറുതെ പ്രസംഗിക്കല്ല. പലതിനെ ചൊല്ലി വിചാരപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തെ അത്യാവശ്യം. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ വിചാരം എന്നാണെന്നറിയോ? ഗ്യാസ അല്ലേ? ഇപ്പം 45 ദിവസമാക്കി. വന്നപ്പോഴേ എന്നോട് പറഞ്ഞു ഗ്യാസിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഏത് വീട്ടിൽ പോയാലും 2 കാര്യം സംസാരിക്കും. ഒന്ന് പകലത്തിലെ ചൂട്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ചൂടാ ഭാഷ. രണ്ടാമത് സംസാരിക്കുന്ന വിഷയം ഗ്യാസ് കിട്ടുമോ എന്നുള്ളതാണ്. യുദ്ധം ഇനി നീണ്ടാൽ ഗ്യാസ്. അപ്പോൾ പഴയതിലേക്ക് ആൾക്കാർ പോയി. ബൈബിൾ പ്രത്യേകം മത്തായി സുവിശേഷം 6 അധ്യായം നിങ്ങൾക്ക് ഹോംവർക്കാണ്. എന്ത് തിന്നും, എന്തൊടുക്കും, എന്ത് കഴിക്കും അല്ലേ? ഹലോ, എന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുക. എന്ത് തിന്നും? തിന്നണമെങ്കിൽ ഗ്യാസ് വേണ്ടേ? ചൂടാക്കാൻ. പണ്ടത്തെ കാലഘട്ടത്തിൽ പോലെ വിറക് കത്തിച്ചിട്ടുള്ളത് ഇപ്പം ആർക്കും അറിയത്തില്ലല്ലോ പരിപാടി. നിമിഷ നേരം കൊണ്ടല്ലേ ഇപ്പം നമ്മൾ ശരിയാക്കുന്നത്. ഗ്യാസ് കത്തിക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം ആൻസി പറഞ്ഞു നമുക്ക് മറ്റേ കരണ്ടടുപ്പ് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ സംഭവം തീർന്നു. ഇപ്പം കിട്ടാനില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക്. എല്ലാവരും മേടിച്ചു. കാരണം ഗ്യാസ് തീർന്നെന്ന് അറിഞ്ഞപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? എല്ലാവരും കരണ്ടടുപ്പ് മേടിച്ചു. ഇപ്പം ഇല്ല. ഇന്ന് രാവിലെ ഒരാൾ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്സൊക്കെയാണെങ്കിൽ ഇച്ചിരി പൈസ കൂട്ടി ഞാൻ തരാമെന്ന് പറഞ്ഞത്. സ്തോത്രം. അപ്പം സത്യത്തിൽ ഇപ്പം വിചാരം മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, നാളെക്കുറിച്ചുള്ള ചിന്തയാണ്, എന്ത് തിന്നുമെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 5 കാര്യം ആ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ത് കഴിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇന്ന് വൈകിട്ടത്തേന് ഇനി ചെന്നിട്ട് എന്തോ കഴിക്കും? സ്തോത്രം. അതാണോ നമ്മുടെ ചിന്ത? ഹല്ലേലൂയ. മന്തിയാണോ, KFC ആണോ, അതോ വീട്ടിലെ
എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചതാണോ? എല്ലാവരും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇവിടെ രാജാനാണെങ്കിൽ തൊട്ടടുത്ത് കൊത്തു പൊറോട്ടയുണ്ട്. 10 കൂട്ടത്തിലുള്ള പൊറോട്ടയുടെ വിവിധ വിഭാഗങ്ങളാണ് ഇവിടെ തൊട്ടടുത്ത് കടയിൽ തുടങ്ങിയേക്കുന്നത്. 10 ദിവസം 10 വിഭവം വേണം അടിക്കാം, ഇല്ലേ? പക്ഷെ ഇപ്പം പണി നടക്കത്തില്ല, ഗ്യാസ് ഇല്ല, കടകളെല്ലാം പൂട്ടി. കഴിഞ്ഞ ദിവസം വാർത്ത വന്നു, എറണാകുളത്ത് 2500 ഹോട്ടൽ പൂട്ടി. നമ്മുടെ പത്തനംതിട്ടയിലെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുക, പല സ്ഥലത്തും പൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇവിടുന്ന് ഫോണെ ഞെക്കി വിളിച്ച് ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന പരിപാടി ഇനി നടക്കത്തില്ല. എന്തെങ്കിലും വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കണം. വിറക് കീറണം, വിറക് കത്തിക്കണം, പലതും ഇനി ചെയ്തേ പറ്റത്തുള്ളൂ. അതൊക്കെ വരും, സമയമാകുമ്പോൾ വന്നോളൂ. സ്തോത്രം. ദൈവമക്കളെ, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇപ്പം വിറകില്ലാത്ത പറ്റാത്ത സാഹചര്യത്തിലേക്ക്. അടുത്തത് എന്തുടുക്കുമെന്നുള്ള ചിന്തയാണ്, അല്ലേ? വസ്ത്രങ്ങളെക്കുറിച്ച് അമിതമായ ചിന്ത. സ്തോത്രം. അങ്ങനെയുള്ള ചിന്തകളെ കൊണ്ടിരിക്കും. നിങ്ങളുടെ ആയുസിനെ കുറിച്ചുള്ള ചിന്തയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ 2-3 വാക്യം ഒന്ന് വായിച്ച മത്തായി സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാട്ടെ. വിചാരപ്പെടുന്നതിനാൽ ആയുസിന്റെ നീളത്തെ കുറിച്ചാ. സ്തോത്രം. വിചാരപ്പെടുന്നതിനേക്കാൾ നിങ്ങൾ ആയുസിനെ കുറിച്ച് പറയുകയാണ്. തൻ്റെ ആയുസിനോട് 1 മുഴം കൂട്ടാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നമ്മുടെ ആയുസ്സും ആരോഗ്യവും ദൈവത്തിൻ്റെ കൈകളിലാണെന്ന് ശ്രദ്ധിച്ചോണം ദൈവമക്കൾ. നമ്മൾ എത്ര നോക്കിയാലും, നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കോവിഡിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു മോഹനൻ വൈദ്യരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? മോഹനൻ വൈദ്യർ കേട്ടിട്ടുണ്ട്? മരിച്ചുപോയി. ഒരു അസുഖം ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ ആൾക്കാർ തിരക്കാരും. സ്തോത്രം. അവിടെ പോയി താമസിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഭയങ്കര വിടുതലുകൾ അവിടെ നടന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്. മോഹന വൈദ്യൻ. സ്തോത്രം. ടി വികളിലെല്ലാം അദ്ദേഹം ഫേമസാണ്. പക്ഷെ കോവിഡ് വന്ന സമയത്ത് നല്ല ഉറച്ചു നിന്ന മനുഷ്യൻ വഴിയിൽ വീണ് മരിച്ചു. കോവിഡ് വന്നതാണ്. അതേസമയം അത്യാവശ്യം അസുഖവും പ്രയാസവും ഉള്ളവരൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആ അസുഖം പിടിച്ചുകൊണ്ട് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ആരോഗ്യമുള്ളവർ കോവിഡ് വന്നപ്പോൾ പലരും പോയി. ആരോഗ്യം ഇല്ല, പറയാനൊന്നും ഇല്ലാത്തവർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലെ കാരണം എന്താ? കോവിഡ് അല്ല ശരിക്കും വിഷയം. ആയുസ്സും ആരോഗ്യം തരുന്നത് ദൈവമാണ്. നീ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിചാരപ്പെട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. ആമേൻ. ദൈവം നിനക്ക് ആയുസ് തന്നാൽ അതുണ്ട്, ദൈവം നിനക്ക് ആരോഗ്യം തന്നാൽ അതുണ്ട്. മോശ 120 വയസ്സ് അവനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ദേഹബലം ക്ഷയിച്ചില്ല, കണ്ണു മങ്ങിയില്ല. കാരണം ദൈവം കൊടുത്തു 120 വയസ്സ്. കാലേബ് 85 വയസ്സ്. അന്ന് അയച്ചപ്പോഴുള്ള ആരോഗ്യം ഇപ്പോഴും അവനുണ്ട്. കാരണം എന്താ? ദൈവത്തോട് പറ്റി നിന്നു. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിന്റെ ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്ന് ദൈവം നിന്നെ നടത്താൻ ശക്തനത്രേ. അപ്പം ഒന്ന്, തിന്നുന്നതിനെ കുറിച്ച് വിചാരപ്പെടണ്ട. ആമേൻ. കാരണം പറവകൾ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവം അവരെ കഴിപ്പിക്കുമെങ്കിൽ നമ്മളെ കഴിപ്പാൻ ദൈവശക്തനാണ്. വസ്ത്രതയെക്കുറിച്ച് വിചാരപ്പെടണ്ട, അതൊക്കെ നടത്താൻ ദൈവശക്തനാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? അങ്ങനെ വിചാരപ്പെടാനാണെങ്കിൽ ഇസ്രായേൽ മക്കൾ വിചാരപ്പെട്ടാൽ പോരെ, അല്ലേ? ഫറവോന്റെ അടിമത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരെന്തൊക്കെ ചിന്തിക്കണം? ഏറ്റവും കുറഞ്ഞത് ഒരു 11 ദിവസത്തെ യാത്രയുണ്ട് കനാൻ ദേശത്തേക്ക്. ഷോർട്ട് കട്ട് 11 ദിവസം. 40 വർഷം അവരെ നടത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ 11 ദിവസത്തിനുള്ളിൽ അവർ എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാൻ പറയുമ്പം അവരാദ്യം ചിന്തിക്കേണ്ടത് എന്താ? ചോദിക്കണ്ടേ, ഈ മരുഭൂമി കൂടി അല്ലേ നടക്കണ്ടേ? അപ്പം ദൈവത്തോട് ചോദിക്കണ്ടേ? അല്ല, അത് വരുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് കഴിക്കാൻ, ഞങ്ങളുടെ മക്കൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കരുതണോ എന്ന് ചോദിക്കണം. അവർ ചോദിച്ചോ? അവർ കഴിക്കാൻ എന്ത് കിട്ടുമെന്ന് ചോദിച്ചില്ല. സ്തോത്രം. 2, വസ്ത്രത്തെക്കുറിച്ച് അവർ വിചാരപ്പെടണ്ടേ? ഇത്രയും കാലം നടക്കണ്ടേ? അപ്പം മാറ്റിയിടാൻ നമ്മളൊരു ടൂറിന് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 3 ജോഡിയെങ്കിലും വേണ്ടേ? നെറ്റിക്കിടാൻ, ഇന്നേഴ്സ്, നല്ല ഡ്രസ്സ് എല്ലാം കൂടെ ഒന്ന് ഒരുക്കി വരുമ്പോൾ ഞാനൊരു മീറ്റിങ്ങിന് 3 ദിവസം പോയി കഴിഞ്ഞാൽ ഒരു പെട്ടി നിറച്ചും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഭാഷ ഇവിടെ താമസിക്കാൻ വേണ്ടിയാണോ വന്നത്? കാരണം നമുക്ക് ഇന്നിട്ടത് വൈകിട്ടിടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ 3 ദിവസം ഉണ്ടെങ്കിൽ 6 സെക്ഷനാണ്.
6 സെക്ഷൻ ഡ്രസ്സ് വേണ്ടേ, പിന്നെ നെറ്റിക്കിടാനുള്ളത് വേണ്ടേ, ഇന്നേഴ്സ് വേണ്ടേ, എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു വലിയ പെട്ടി നിറച്ചും കൊണ്ടുപോകണം. കാറെ വെച്ചാൽ മതി. എന്നാലും ഞാൻ പറയത്, അങ്ങനെയാണെങ്കിൽ മരുഭൂമി 40 വർഷം ഇസ്രായേൽ മക്കൾ നടക്കുമ്പോൾ എത്ര ജോഡി ഡ്രസ്സ് കിട്ടും? അവിടെ കുട്ടിക്കട വല്ലതും ഉണ്ടോ? എവിടെന്നെങ്കിലും മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരല്ലേ ഏറ്റവും കൂടുതൽ വിചാരപ്പെടണ്ടേ? അവർ ചോദിച്ചോ ഡ്രസ്സ് എടുക്കണമെന്ന്? ഇല്ല. ഇട്ട ഡ്രസ്സുമായിട്ട് ഇറങ്ങാനല്ലേ ദൈവം പറഞ്ഞേ? അതെ, സ്തോത്രം. ചെരുപ്പോ 40 വർഷത്തിന് കരുതണമെങ്കിലോ നമ്മൾ ഒരു വർഷം എത്ര ജോഡി ചെരുപ്പ്? ഇന്ന് എൻ്റെ അച്ചു ആണോ എലജിയാണോ നേരത്തെ എന്നോട് പറഞ്ഞ്, പപ്പയ്ക്ക് 7 ജോഡി ഷൂ ഉണ്ട്. എണ്ണി നോക്ക്. മമ്മിക്ക് 4, പപ്പയ്ക്ക് 7. നീയാണോ പറഞ്ഞേ? അവൻ എണ്ണി വെച്ചു. സ്തോത്രം. പഴയതാ. എന്നോടത്ത് ഇടയ്ക്ക് മേടിച്ച് തരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, പാർഷകിന് 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് അതിശയപ്പെടുകയൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു തന്നെ കാരണം. സ്തോത്രം. അങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ വിചാരപ്പെടണ്ടേ. ചെരുപ്പിനെ കുറിച്ച് വിചാരപ്പെട്ടോ? ഇല്ല. അവരിതൊന്നും വിചാരപ്പെട്ടില്ല. അവരിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം കരുതിയില്ലേ? അവരിറങ്ങിയ 3-ാം ദിവസം തന്നെ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ദൈവം കഴിക്കാനുള്ളത് ഇട്ട് കൊടുത്തില്ലേ? മഞ്ഞി പൊതിഞ്ഞ് മഞ്ഞ കൊടുത്തില്ലേ? അവർക്ക് കുടിക്കാനുള്ളത് കരുതിയില്ലേ? അവർക്ക് ചൂടേൽക്കാതിരിപ്പാൻ മേഘസ്തംഭം കരുതിയില്ലേ? വസ്ത്രം പഴുകാതിരിപ്പാനുള്ളത് ദൈവം ക്രമീകരിച്ചില്ലേ? എല്ലാ ദിവസവും പുതുകുമല്ലേ? ചെരുപ്പ് തേഞ്ഞോ? ഇല്ല. ദൈവത്തിന്റെ മക്കളെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങാതെ ദൈവസന്നിധി സമയങ്ങൾ ചെലവിട്ട് പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക, ദൈവസന്നിധി സമയം സ്പെൻഡ് ചെയ്യുക, ശത്രു അപകരിക്കാത്ത വിടുതലെടുക്കുക. ശമാന വൈഡമാന വേദകെട്ട വൈഷമാന ധൂരദാന വൈഡമാന സ്തോത്രം. ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വകയൊക്കെ ജാതികളാ ചെയ്യുന്നത്. ദൈവമക്കൾ അതിനെക്കുറിച്ച് വറിയാകണ്ട. ജാതികളല്ല നമ്മൾ, കർത്താവിൻ്റെ മക്കളാണ്. നമുക്കുള്ളത് കരുതുന്നൊരു ദൈവമുണ്ട്. ഈ ഭവനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കരുതൽ വെളിപ്പെടുന്നു. 2026 മാർച്ച് മാസം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു മറഞ്ഞിരിക്കുന്ന കരുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി കരുതിയതുപോലെ നമുക്കുള്ള ചില വിടുതലുകൾ ദൈവം കരുതിയിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. കരമുയർത്തി സ്തോത്രം ചെയ്യോ. മടങ്ങി വരട്ടെ ദൈവമക്കളെ. വളരെ പരമാർത്ഥതയോടെ ഞാൻ പറയാം, മരുഭൂമിയിലേക്ക് അവർ ഇറങ്ങിയപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത സന്ദർഭം ഉണ്ടായി, അല്ലേ? പക്ഷെ ആ കുടിക്കാൻ വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ പുറപ്പാട് പുസ്തകം 17:1 അവിടെ എഴുതി വെച്ചിരിക്കുന്ന അവർ രഫീദീമിൽ പാളയം ഇറങ്ങിയെന്ന. പക്ഷെ അവിടെ കുടിക്കാൻ വെള്ളമില്ല, ദൈവം പറഞ്ഞിട്ട് ഇറങ്ങി. പക്ഷേ അവിടെ എന്തുണ്ട്? ഒരു പാറയ്ക്കുള്ളിൽ ദൈവം കരുതി വെച്ചേക്കും. ഞാനിതൊക്കെ വായിച്ച് ചിലപ്പോൾ കരയാറുണ്ട്. കാരണം മരുഭൂമി നമ്മുടെ ചിന്ത മുഴുവൻ ഉണക്കാം, എങ്ങനെ ഈ കാര്യം നടക്കും? പക്ഷെ ഉണ്ടല്ലോ, ദൈവം അവിടെ കരുതി വെച്ചേക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പല മന്നയും മറഞ്ഞിരിക്കുന്ന പല ഉറവകളും ഈ ദിവസങ്ങളിൽ ഓപ്പണായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്തുതിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ തന്റെ മക്കൾക്ക് വേണ്ടിയുള്ളത് കരുതി വെച്ചിരിക്കുന്ന കരുതലുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ്. തീർന്നില്ല, അടുത്ത സ്ഥലത്ത് മാറയ, പക്ഷേ അവിടെ തന്നെ മധുരമാക്കാനുള്ളത് കരുതിയിട്ടുണ്ട്. അടുത്ത സ്ഥലം രഫീദീമിൽ നിന്നും അടുത്ത സ്ഥലം എലീമിൽ ഇറങ്ങിയെന്ന. എലീമിൽ 12 നീരുറവിയും 70 ഈത്തപ്പഴവും. എന്നാ കരുതലറിയോ? സ്തോത്രം. നമ്മുടെ ചിന്ത ഈ മരുഭൂമിയിൽ മന്ന മാത്രമേ കഴിച്ചിട്ടുള്ളെന്നാ. ആണോ? അല്ല. ഇസ്രായേൽ മക്കളെ ഇടയ്ക്ക് പറഞ്ഞെങ്കിലും അങ്ങനെയല്ല. 70 ഈത്തപ്പഴം കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈത്തപ്പഴം കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടുണ്ട്. അപ്പം പാറയിൽ നിന്ന് തേൻ അവർക്ക് ഒഴുക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം എന്താ? തേനും കുടിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പം ഇതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. മന്ന, ഇറച്ചി എല്ലാം കൊടുത്തിട്ടുണ്ട്. ദൈവമക്കളെ, വ്യത്യസ്തമായത് തന്ന്, ശ്രേഷ്ഠമായത് തന്ന്, സ്വർഗീയ ഭോജനം തന്ന് നമ്മളെ പരിപാലിക്കുന്നവനാ ദൈവം. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, പക്ഷെ ദൈവം കരുതിയിട്ടുണ്ട്. ഞാനൊരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 4:6. എല്ലാവരും ഒന്ന് ബൈഹാർട്ട് പറഞ്ഞേ. ഫിലിപ്പിയ ലേഖനം 4:6. അവൻ നിങ്ങൾക്കായി നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. സ്തോത്രം. ഒന്ന് വായിച്ചേക്കാ വാക്യം.
ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. മറ്റേത് പത്രോസിന്റെ ലേഖനം 5:7 നമ്മൾ വായിച്ചത്. അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാൽ സകല ചിന്താകുലം അവന്റെ മേലിട്ടു. ഇത് ഫിലിപ്പിയ ലേഖനം 4:6 പറയുന്നു, ആമേ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാം സ്തോത്രത്തോടെ ദൈവത്തോട് പറയുക. നമ്മൾ മക്കളെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ടോ? സ്തോത്രം. ഭാവിയെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ടോ? നാളെയെക്കുറിച്ച് ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? നോ, അതല്ല ഇവിടുത്തെ വിഷയം. ദൈവസന്നിധി സമയം ചെലവിടുക. ആ വിചാരങ്ങൾ ദൈവസന്നിധി മാറ്റിവെച്ച് പലതിനെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങാതെ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ അവൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം ചെലവിടുക. കോട്ടേജ് മീറ്റിംഗ് ഉപേക്ഷയായി വിചാരിക്കാതിരിക്കുക. സഭായോഗ ഉപേക്ഷയായി വിചാരിക്കാതിരിക്കുക. ഉപവാസ പ്രാർത്ഥന ഉപേക്ഷയായി വിചാരിക്കാതിരിക്കുക. ദൈവസന്നിധിയിൽ വചനത്തിന് മുമ്പിൽ സമയങ്ങൾ ചെലവിടുക. ദൈവം കരുതിക്കൊള്ളൂ. ദൈവം നടത്തും. ഹല്ലേലൂയ.